ബി.ജെ.പിക്ക് കിട്ടിയ ഒരു ഭീകരമായ പണിയാണത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബി.ജെ.പി എന്ന് പറയുന്നത് നമ്മൾ കണ്ടത് ഇതിൻ്റെ എല്ലാം ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ഈ പരാമർശം നടത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന ഒരു വ്യവസ്ഥ ഇന്ത്യയിലെ ഒരു എന്താ പറയുക, അത് സ്റ്റേറ്റ് മാത്രമായിട്ടല്ല, സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് ഓരോ ശാഖകളും ഉൾപ്പെടുന്ന, ഇപ്പോൾ പാർലമെൻറ്റ് ഉണ്ടാവാം, എക്സിക്യൂട്ടീവ് പാർലമെൻറ്റ്, പിന്നെ അതുപോലെ തന്നെ മീഡിയ, അതുപോലെ തന്നെ പിന്നെ ജുഡീഷ്യറി, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു മൊത്തം സിസ്റ്റത്തിനോടുള്ള അവരുടെ ഒരു 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 ജൻസിയുടെ ഒരു റിയാക്ഷനാണിത് എന്ന് നമ്മൾ കാണണം. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുന്നു. അപ്പോൾ ഇവരുടെ യോഗ്യതയായിട്ട് പറയുന്ന സാധനങ്ങളിൽ ഇത് വരുന്നുണ്ട്. ഏതാണ് അവർ പിന്നെ ഡെമോക്രാറ്റിക്കാണ്, സെക്യുലറാണ്, അതൊക്കെ പറയുന്നത്. ഒപ്പമാണ് പറയുന്നത് ലേസി. അപ്പോൾ അത് ഭയങ്കര, അതുകൊണ്ടാണ് നമ്മുടെ അദ്ദേഹമൊക്കെ പറയുന്നുണ്ട്, ആം ആദ്മി പാർട്ടി പറയുന്ന നമ്മുടെ പ്രശാന്ത് ഭൂഷൺ ലോയറൊക്കെ എനിക്കതിൽ കയറാൻ ജോയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള യോഗ്യതയില്ല, അത് ലേസി ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഭീകരമായ ഒരു തമാശയും ട്രോളും ഇതുമെല്ലാം കലർന്ന ഒരു പ്രതിഭാസമായി അത് മാറുകയായിരുന്നു. 2 ദിവസത്തിനുള്ളിൽ 3 മില്യൺ ഫോളോവേഴ്സ് അല്ലേ അത് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ 3-3.5 ലക്ഷം പേർ അതിനകത്ത് സൈൻ ഇൻ ചെയ്യുന്നു, പിന്നെ നമ്മുടെ മഹുവ മൈത്ര ഉൾപ്പെടെ. അപ്പോൾ അങ്ങനെ ധാരാളം പേര്, അതൊരു വലിയൊരു മൂവ്മെൻറ്റിൻ്റെ സ്വഭാവത്തിൽ നമ്മൾ കണ്ടത്. ഇപ്പോൾ സൗത്ത് ഏഷ്യയിൽ തന്നെ ധാരാളം മൂവ്മെൻറ്റുകൾ അങ്ങനെ ഉണ്ടായിട്ടുള്ളൊരു കാലഘട്ടമാണല്ലോ. ഇപ്പോൾ നേപ്പാളിലുണ്ടായി, ബംഗ്ലാദേശിൽ ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഇന്ത്യയിൽ നിന്ന് അങ്ങനെ ഒരു സാധനം മിസ് ചെയ്തിരിക്കുകയായിരുന്നു നമുക്ക്. ഇതിപ്പോൾ ശരിക്കും ഇത് ഓൺലൈൻ മാത്രമായിട്ടാണ്, അല്ലാതെ അതിൽ കൂടുതലൊന്നും നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാനില്ല. പക്ഷേ ഒരു വെർച്വൽ വേൾഡിൽ നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്നാൽ തന്നെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അത് വലിയ പ്രശ്നമാണ്. അത് നമ്മുടെ ഭരണാധികാരികളെ ഒട്ടൊന്നുമല്ല, കാര്യമായി തന്നെ അവരെ അസ്വസ്ഥപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് മുഴുവൻ എങ്ങനെയും ഏത് സമയത്തും ചിലപ്പോൾ പൊട്ടി പുറപ്പെടാം, യാഥാർത്ഥ്യമായി തീരാം. ഈ പുതിയ തലമുറയുടെ ഈ രോഷം എന്ന് പറയുന്നത് കടുത്ത രോഷമാണ് അതിൻ്റെ പിന്നിലുള്ളത്. അവരുടെ ഡോക്യുമെൻറ്റിൽ, അവരുടെ സംഗതികളിലൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ, കേവലമായി ഏതെങ്കിലും ഒരു വലിയ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒന്നും പുറകെ പോയിട്ടല്ല അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ പ്രാക്ടിക്കലി നമ്മുടെ ലൈഫ് എന്താവണം എന്നുള്ളതിനെക്കുറിച്ചും, അതുപോലെ നീതി പോലുള്ള ഒരു സംഗതിയെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ പ്രധാനമായും വരുന്നത്. അപ്പോൾ അത് മിസ് ചെയ്യുന്നു. അതില്ലാത്തൊരു നാടാണ് നമ്മുടേത്. ഹെയ്റ്റും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡിവിഷൻസും ഒക്കെ ഉൾപ്പെടുന്ന ഒരു എന്താ പറയുക, ജീവിച്ചു പോകാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടേത് എന്നുള്ളതാണ്. അതിൽ നിന്നുള്ള ഒരു മോചനം, അതിനോടുള്ള ഒരു പ്രതിഷേധം, അതിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു ആഹ്വാനം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ്. ഇതിന് ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ, ഇത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ആം ആദ്മി പാർട്ടി വന്നില്ല. ആം ആദ്മി പാർട്ടിയുടെ അവസ്ഥ എന്തായി എന്നുള്ളത് നമുക്ക് പിൽക്കാലത്ത് നമുക്ക് മനസ്സിലായി. സമാനമായി ഇതുപോലുള്ള അരാഷ്ട്രീയമായ പ്രസ്ഥാനങ്ങളെയൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അത് ഫലത്തിൽ അതെന്തായി മാറും അന്തിമഘട്ടത്തിൽ നിന്നും നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. പക്ഷേ ഇതിന് പിന്നിലുള്ള വികാരം എന്ന് പറയുന്നത് റിയലാണ്. അതിനെ നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. അത് തമാശയുടെ രൂപത്തിലായിക്കോട്ടെ, മറ്റെന്തെങ്കിലും രൂപത്തിലായിക്കോട്ടെ, പൊട്ടിപ്പുറപ്പെടുന്നത് ഒരു എന്താ പറയുക, അതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ നമ്മൾ അങ്ങനെ കാണണം. അങ്ങനെ ഒരു സംഗതി ഇന്ത്യൻ മനസാക്ഷിയിലുണ്ട്. ഈ കഴിഞ്ഞ 10-12 വർഷമായി തുടരുന്ന പല വിധത്തിലുള്ള ദുരനുഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ അവർക്കുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ജൻസി എന്ന് പറയുന്നത് ഒരു മോർ ദാൻ എ ക്വാർട്ടർ നമ്മുടെ ജനസംഖ്യയിൽ. ഇന്ത്യ തന്നെ ലോകത്തിലെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കൺട്രി. അതിൽ തന്നെ മോർ ദാൻ എ ക്വാർട്ടർ ഈ ജൻസി ആണ്. അത് അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് ഈ പ്രശ്നം വരുന്നത്. അവർക്കിടയിൽ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്, നമ്മൾ ഈ തൊഴിലില്ലായ്മയെക്കുറിച്ച് നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഭയങ്കര തൊഴിൽ സാധ്യതകളിലൊക്കെ രാജ്യമായി, ലോകത്തെ പിന്നെ 3ാമത്തെ എക്കോണമിയായി എന്നൊക്കെ ഇവരുടെ വീരവാദങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ. 29.1% ഇപ്പോഴും പിന്നെ നമ്മുടെ തൊഴിലില്ലായ്മ നിരക്കായിട്ട് നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിൽക്കുന്നു. നീറ്റ് എക്സാം നോക്കൂ, ഏറ്റവും ഉന്നതമായ പിന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നടത്തപ്പെടുന്ന, വളരെ സെക്യൂരിറ്റിയോടുകൂടി നടത്തപ്പെടുന്നു എന്ന് പറയപ്പെടുന്ന ഈ പിന്നെ പരീക്ഷകളുടെ അവസ്ഥ, അതുപോലെ തന്നെ പലതരത്തിൽ നിത്യേന ഇവർ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ഇതെല്ലാം അവരെ അതിന് പ്രേരിപ്പിക്കുന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോഴാണ് ഈ കോക്രോച്ച് വിളി കേൾക്കുന്നത്. അപ്പോൾ കോക്രോച്ചിനെ കുറിച്ച് അതിൽ തന്നെ പറയുന്നു, കോക്രോച്ച് എവിടെയാണ് ഉണ്ടാവുന്നത്? ഈ പിന്നെ ചീഞ്ഞളിഞ്ഞ സ്ഥലത്താണ്, അല്ലെങ്കിൽ
പിന്നെ ഈ അഴുക്ക് കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലാണ് കോക്രോച്ച് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ്. അല്ലാതെ അത് ഞങ്ങളുടെ കുഴപ്പമല്ല. കോക്രോച്ചാണ് ഞങ്ങൾ, പക്ഷേ അഴുക്കാണ് ചുറ്റും. ആ അഴുക്കിനെയാണ് നിങ്ങൾ കാണേണ്ടത് എന്നുള്ളത്.